നമ്മുടെ സമൂഹത്തിൽ സർക്കാർ ജീവനക്കാർക്കൊരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അതിപ്പോൾ ഒരു പ്യൂൺ ആയാലും ശരി, ഗസറ്റഡ് ഓഫീസർ ആയാലും ശരി, വിവാഹ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ഇവർക്കൊരു പ്രിവിലേജ് ഉണ്ട്. കാരണം എന്താ, ലോകത്ത് എന്ത് നടന്നാലും എല്ലാ മാസവും 1-ാം തീയതി ഇവർക്ക് ശമ്പളം കിട്ടുമെന്നത് തന്നെ. പക്ഷെ ഇപ്പോഴിതാ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്തതുപോലെ മാർച്ച് 1-ന് സർക്കാർ ജീവനക്കാരെല്ലാവരും ഞെട്ടി. കാരണം എന്താ, മാർച്ച് 2 അവർക്ക് ശമ്പളമില്ല. എന്താണ് പ്രശ്നം? എവിടെയാണ് കുഴപ്പം? സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടാണോ? സംസ്ഥാനത്ത് അത്രമേൽ ധനപ്രതിസന്ധി ഉണ്ടോ? അതോ ട്രഷറിയിലെ സാങ്കേതിക പ്രശ്നമോ? ഇനി വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? സംസ്ഥാനത്ത് നിലവിൽ 1 ലക്ഷം ജീവനക്കാർക്കാണ് 1-ാം തീയതി ശമ്പളം കിട്ടേണ്ടത്. ഇതിൽ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെ ശമ്പളം കൈപ്പറ്റുന്നവർക്ക് മാത്രമേ പണം കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ശമ്പളം കിട്ടാതെ വന്നതോടെ വിഷയം ചർച്ചയായി വിവാദമായി. ശമ്പളത്തിനുള്ള പണം സർക്കാരിന്റെ പക്കലുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെന്ന് തന്നെയാണ്. ജീവനക്കാരുടെ ട്രഷറി അക്കൗണ്ടിൽ ശമ്പളം വന്നിട്ടുണ്ട്. അവരുടെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് നോക്കിയാൽ ശമ്പളം കാണാം. എന്നാൽ ട്രഷറിയിൽ നിന്ന് പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിലാണ് തടസ്സം. അതായത് സർക്കാർ ശമ്പളം ഇട്ടിട്ടുണ്ട്, പക്ഷെ കയ്യിലെടുക്കാൻ പറ്റുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് സാങ്കേതിക പ്രശ്നമാണെന്നാണ് ധനവകുപ്പിന്റെ മറുപടി. ട്രഷറി അക്കൗണ്ടിൽ ക്രെഡിറ്റായ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനുള്ള കമാൻഡ് നൽകാൻ ചില തടസ്സങ്ങൾ. അതാണത്രേ പ്രതിസന്ധിക്ക് കാരണം. അത് NIC പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഇനി എപ്പോൾ ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ച കിട്ടിയേക്കും. പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ഉടൻ എന്നാണ് സർക്കാർ പറയുന്നത്. ആരാണിതിൽ വില്ലൻ? ഫെബ്രുവരി ആണോ? ആണെന്ന് പറയേണ്ടി വരും. ഫെബ്രുവരി മാസം 29 ദിവസം മാത്രമേ ഉള്ളൂ എന്നതാണ് സർക്കാരിനെ കുഴപ്പിച്ചത്. നിലവിൽ ധനപ്രതിസന്ധിയിലാണ് സംസ്ഥാനം. അതിനാൽ തന്നെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആകാതെ നിലനിർത്തണം. ഫെബ്രുവരിയിൽ 31 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ അത്രയും ദിവസം സർക്കാരിന് കേന്ദ്ര ഫണ്ട് ട്രഷറിയിൽ നിലനിർത്തി പ്രതിസന്ധി നീട്ടിക്കിട്ടുമായിരുന്നു. കാരണം കേന്ദ്ര വിഹിതമടക്കം ട്രഷറിയിൽ കിടക്കുകയും ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാതെയും ഇരിക്കുമായിരുന്നു. എന്നാൽ ഇതാ ഫെബ്രുവരി മാസം പെട്ടെന്ന് കഴിയുകയും മാർച്ച് അതിനേക്കാൾ വേഗം കടന്നു വരികയും ചെയ്തതോടെ ട്രഷറി സമ്മർദ്ദത്തിലായി. ഇവിടിപ്പോൾ 2 ദിവസത്തെ പണം ട്രഷറിയിൽ നിലനിർത്താനായാൽ അത്രയും ദിവസം ഓവർ ഡ്രാഫ്റ്റ് പ്രതിസന്ധി സർക്കാരിന് ഒഴിവാക്കാനാകുമെന്നതാണ് നേട്ടം. അതിനാൽ ശമ്പളവും പെൻഷനും കിട്ടാത്തവരുടെ എണ്ണം വരും ദിവസങ്ങളിലും കൂടി തന്നെ നിൽക്കും. ഘട്ടം ഘട്ടമായി ശമ്പളം കിട്ടേണ്ടവർക്ക് അത് ലഭിക്കാനാണ് സാധ്യത.